ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന എപ്പോഴും ദൈവത്തോട് മനുഷ്യന് ബന്ധം നിലനിർത്തുവാനായിട്ടും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ടും സാധിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യമാണ്. പ്രാർത്ഥനയെപ്പറ്റിയൊക്കെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരമായ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുങ്കക്കാരനായ പാപിയായ ഒരു വ്യക്തി തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോലും, അതായത് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ആ കുറവുകളാണെന്ന് മനസ്സിലാക്കി അവയെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഈ വചനത്താൽ നമ്മുടെ ജീവിതത്തിന് ഒരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.